ഹായ് ഓൾ. അപ്പൊ നമുക്ക് എന്താക്കാം, നമ്മള് ബാക്കി വെച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ടുള്ള കളികൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ടുള്ള കളികളിലേക്ക് നമുക്ക് എന്താക്കാം പോകാം. ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയത്. ഓൾവേസ് ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷനെ കണ്ടുപിടിച്ചു. ഇനി ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ടുള്ള ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നത്. ഇനി മൊത്തം കളികൾ എന്ത് വെച്ചിട്ടാണ്? ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ടാണ്. സോ നമുക്ക് എന്താക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇനി അടുത്ത സംഭവത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് യൂസ് ചെയ്യുന്നത്. മതി പറഞ്ഞ എന്താണ്? ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x is equal to x square minus 6x plus 5 is increasing. അതായത് ഈ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് കണ്ടുപിടിക്കാണ്. അപ്പം ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചാൽ മതി. അതും കൂടി അങ്ങനെ ആക്കി മതി. ഫൈൻഡ് ദ. അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നതാണ് ഞാൻ കാണാണേ 2x മൈനസ് 6. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ട് 2x മൈനസ് 6. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽസ് കാണാൻ വേണ്ടിയിട്ട് ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ്, ഞാൻ CP എന്ന് എഴുതുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ ചുരുക്കി ക്രിട്ടിക്കൽ പോയിന്റ് CP ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ള എക്സിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ ഇതാണ് 2x മൈനസ് 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 6, x ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. അപ്പം എൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? 3 ആണ്. സോ ഞാൻ ആ 3ലിട്ട് എന്താക്കുക, ഈ ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യാം. സോ നിങ്ങളെ മൈനസ് ഇൻഫിനിറ്റി മുതൽ 3 വരെയും 3 മുതൽ ഇൻഫിനിറ്റി വരെയും രണ്ടായിട്ട് എന്താക്കി അതിനൊന്ന് മുറിച്ച് വെച്ച് ജസ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു, കട്ട് ചെയ്ത് വെച്ചു. സോ നോക്കണേ മക്കളെ, മൈനസ് ഇൻഫിനിറ്റി ടു 3 വരെ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി 3ന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാനൊരു 2 തന്നെ ചൂസ് ചെയ്തു. 2 ഞാൻ ചൂസ് ചെയ്തതാണ്. സോ എന്നിട്ട് എന്താക്കുക, എഫ് ഡാഷ് ഓഫ് 2 കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് 2 കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 × 2 മൈനസ് 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 6 ഈക്വൽ ടു മൈനസ് 2 ആണ്. മൈനസ് 2 ആണ്. മൈനസ് 2 എന്താണ്? ലെസ് ദാൻ 0 ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. ഒരു പോയിന്റ് എടുത്താൽ മതി, ബാക്കി ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് തന്നെയേ വരുള്ളൂ. അതിനിടയിലുള്ള ഒരു ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സെയിം ആൻസർ വരിക. സെയിം ആൻസർ എന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ അല്ലേ, അതായത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് സെയിം തന്നെയാണ് വരിക. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഇവിടെ എന്തൊക്കെ ഡിക്രീസിങ് ആണ്, പക്ഷെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻക്രീസിങ് ആണ്. സോ എനിക്ക് നോക്കാം 3 മുതൽ ഇൻഫിനിറ്റി വരെ അതിനിടയിലുള്ള ഒരു പോയിന്റ് 5 എടുത്തു ഞാൻ. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 2 × 5 മൈനസ് 6. ദാറ്റ് ഈസ് 10 മൈനസ് 6 ഈക്വൽ ടു 4. 4 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. 4 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. സോ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് നമ്മൾ എന്താക്കി കണ്ടുപിടിച്ച്, ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് എന്താക്കി കണ്ടുപിടിച്ചു. ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽ ഏതാണ്? 3 മുതൽ ഇൻഫിനിറ്റി വരെ. 3 to ഇൻഫിനിറ്റി ആണ് ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെല്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെല് കണ്ടുപിടിക്കുന്നതിന് മാത്രമല്ല മാർക്ക്, നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ പോയ വായിക്ക് കൂടിയുണ്ട് മാർക്ക്. സോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടായിട്ട് ആ ഇന്റർവെൽസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണം. സോ ശ്രദ്ധിക്കണം, ഈ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരും. ഇനി അടുത്ത നോക്കിക്കോളെ, ഫൈൻഡ് ദ ഇന്റർവെൽസ് വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട് ഇൻക്രീസിങ് ആയതും ഡിക്രീസിംഗും ആയതുമായ എന്താക്കുക ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഇൻക്രീസിങ്ങും ഡിക്രീസിംഗ് ആയ ഇന്റർവെൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എന്ത് കാണാം? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. ഞാൻ കാണാം ദാറ്റ് ഈസ് 2x പ്ലസ് 2 ആണ്. 2x പ്ലസ് 2 ആണ്. സോ എനിക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് ഇവിടെ? 2x പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2x is equal to minus 2, x is equal to minus 2/2 equal to minus 1. അപ്പോൾ എൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് വരുന്നത് എന്താണ്? -1 ആണ്. -1ൽ എന്താക്കണം? -1ലിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്യണം. -1ൽ അല്ല. സോ എന്താ കണക്ക്? -∞ മുതൽ -1 വരെ
-1 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ. -∞ -1 ഇടയിലുള്ള ഒരു പോയിന്റ് ഞാൻ എടുക്കണം, -3 എടുക്കണം. -∞ -1 ഇടയിലുള്ള ഒരു പോയിന്റ് -3 എടുക്കണം. -3 ഞാൻ എന്തൊക്കെയാണ് ഇവിടുത്തെ കൊടുക്കുകയാണ്, f'(-3). ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി f(x) കൊണ്ടുപോയി കൊടുക്കരുത്, f'(x)ലാണ് ചെയ്യേണ്ടത്. f'(-3) എന്ന് പറഞ്ഞാൽ 2 × -3 + 2 that is equal to -6 + 2 -6 + 2 that is equal to എന്താണ്, -4 <0 ആണ്. -4 <0 ആണ്. ദാറ്റ് ഈസ് എന്താണ്, ഡിക്രീസിങ്. സോ ഡിക്രീസിങ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഡിക്രീസിങ് ആയിട്ടതാണ് -∞ മുതൽ -1 വരെ. ഇനി -1 to ഇൻഫിനിറ്റിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് 2 എടുത്തു. 2 എടുക്കുകയാണെങ്കിൽ f'(2) which is equal to 2 × 2 + 2 that is equal to 4 + 2. ഒരിക്കലും -1 അതായത് നമ്മൾ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റുള്ള -1 കൊണ്ടുപോയി കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് ഉത്തരം വരിക. ഓക്കെ, അത് കൊടുക്കരുത്. -1 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ -1 ഇൻഫിനിറ്റി ഇടയിലുള്ള പോയിന്റ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 4 + 2 that is equal to 6 ആണ്, >0 ആണ്. സോ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെല്ലും കിട്ടി. ഇത് ലാസ്റ്റ് എടുത്ത് എഴുതിക്കോ. -∞ to -1 the function is decreasing, -1 to infinity the function is increasing. സിമ്പിൾ ആയിട്ട് എഴുതിയേക്കാം. അപ്പോൾ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ കിട്ടി, ആൻസർ കിട്ടി. ഇനി അടുത്ത നോക്കണേ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ f given by 2x² - 3x ഈസ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്. അല്ല, സെയിം ഒരു സംഭവം. ഫസ്റ്റ് എന്താക്കുക, f'(x) എന്താണ്, 4x - 3 ആണ്. ഇനി എന്താക്കണം, f'(x) = 0 ആയത്. ദാറ്റ് ഈസ് 4x - 3 = 0. 4x = 3, x = 3/4. സോ നമുക്ക് എന്ത് കിട്ടി, ക്രിട്ടിക്കൽ പോയിന്റ് 3/4 കിട്ടി. സോ എന്താക്കുക, മുറിച്ചോ, അതിലിട്ടിട്ട് -∞ മുതൽ 3/4 വരെ മുറിച്ചോ നോക്കണ്ട. -∞ മുതൽ 3/4 വരെ മുറിച്ച്. ഇനി അടുത്ത എന്താണ്, 3/4 മുതൽ ഇൻഫിനിറ്റി വരെ. 3/4 മുതൽ ഇൻഫിനിറ്റി വരെ രണ്ടാമത് മുറിച്ചു. ഇനി എന്താക്കണം, അതിലിടയിൽ നിന്നുള്ളൊരു പോയിന്റ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്തു, 1/4 ചൂസ് ചെയ്തു. 1/4 ചൂസ് ചെയ്തു. സോ f'(1/4) which is equal to 4 × 1/4 - 3 that is 1 - 3 equal to -2 <0 ആണ്. <0 എന്നാൽ എന്താണ്, ഡിക്രീസിങ് ആണ്. <0 വന്നു കഴിഞ്ഞാൽ ഡിക്രീസിങ് ആണ്. ഇനി 3/4 മുതൽ ഇൻഫിനിറ്റി വരെ. 3/4 മുതൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ f' ഏത് ചൂസ് ചെയ്യാം, നമുക്ക് 3 എന്ന് പറഞ്ഞാൽ 5 കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് 5/4 കൊടുത്തു. 5' 5/4. അപ്പോൾ ദാറ്റ് ഈസ് 4 × 5/4 - 3. 4 with come cancel. 5 - 3 = 2. That is <0. So the function is increasing decreasing ആയിട്ടുള്ള ഇന്റർവെൽസ് നമ്മൾ എന്താക്കി, കണ്ടുപിടിച്ചു. അപ്പം ഈ ഒരു പാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ വരും. ഒന്നാമത് ഓൾവേസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഓൾവേസ് ഡിക്രീസിങ് എന്ന് കാണിക്കാൻ വരും. പിന്നെ ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ വരും. ഈ ഓൾവേസ് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഒന്ന് റീഅറേഞ്ച് എഴുതിയിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാ, ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് 2 ഇന്റർവെൽസ് ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിനിടയിലുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പം എന്തൊക്കെ തെറ്റിക്കാതെ തന്നെ ഉത്തരം എഴുതണം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു അടുത്തൊരു ഇതിലേക്ക് പോവാം. അടുത്ത എന്താണ്, ദ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമം. അപ്പം നമ്മൾ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇൻക്രീസ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ഒരു സി എന്നുള്ളൊരു പോയിന്റ്, ഞാൻ ഇവിടെ സി എന്നുള്ളൊരു പോയിന്റ് എടുത്തു. ആ സി എന്നുള്ള പോയിന്റിലാണ് എന്തെന്ന് ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും മാക്സിമം പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്തൊരു മാക്സിമം പോയിന്റ് ഉണ്ടാവില്ല, ഇങ്ങനെ പോകുന്നൊരു ഫംഗ്ഷനാണ്. ഇങ്ങനെ പോകുന്നൊരു ഫംഗ്ഷൻ മാക്സിമം പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത് അവിടെയാണ്. പിന്നെ അവിടെ നിന്നൊക്കെയാണ് താഴോട്ടേക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് പോകുന്നു, ഇതിന് ഏറ്റവും താഴെ ഇവിടെ ഒരു സി എന്നുള്ള പോയിന്റ്, ഈ സി എന്നുള്ള പോയിന്റ് അതെന്താണ്, ലോക്കൽ മേ. ഈ സി എന്ന് ഞാൻ ഏർപ്പെടുത്തിക്കില്ലേ, അത് മക്കളെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിരിക്കും.
ഓക്കെ, ആ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ആ ഒരു ഫംഗ്ഷന് മാക്സിമവും മിനിമവും അറ്റൈൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടി ക്ലിയർ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന ആ ഫംഗ്ഷനിൽ വാല്യൂ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഏതാണോ ഇന്റർവെല്ലിൽ പറഞ്ഞത് ആ ഒരു ഇന്റർവെല്ലിൽ ആ വാല്യൂ കൊടുക്കുന്ന ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നതാണ് ലോക്കൽ മാക്സിമ, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് ലോക്കൽ മിനിമ എന്ന് പറഞ്ഞത്. നല്ല വ്യക്തിക്ക് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എഫ് എന്നുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, സി ഒരു ഇന്റീരിയർ പോയിന്റ് ആണ്. ഇന്റീരിയർ പോയിന്റ് എന്ന് വെച്ചാൽ 0 ആകുന്ന പോയിന്റ്, ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ഇന്റീരിയർ പോയിന്റ്. ദ ഡൊമൈൻ ഓഫ് ദ എഫ്, ഡൊമൈൻ എന്നുള്ളതായിരിക്കും, ദാറ്റ് ഈസ് സി ഇസ് കോൾഡ് ദ ലോക്കൽ മാക്സിമ എന്ന് വിളിക്കണമെങ്കിൽ അതായത് എഫ് ഓഫ് സി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സിനേക്കാളും വലുതായിരിക്കണം. അതായത് എഫ് ഓഫ് സിനേക്കാളും വലിയൊരു എഫ് ഓഫ് എക്സ് ഉണ്ടാവില്ല. വേറെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എഫ് ഓഫ് സിനേക്കാളും താഴെ ആയിരിക്കും, എഫ് ഓഫ് സിനോട് ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് സിനേക്കാളും വലിയൊരു വേറൊരു പോയിന്റ് ഉണ്ടാവില്ല. അതായിരിക്കും ഏറ്റവും ലോക്കൽ മാക്സിമം പോയിന്റ്. പിന്നെ ഇനി ലോക്കൽ മിനിമ ആണെങ്കിലോ വേറെ അതേ കോൺസെപ്റ്റ് തിരിച്ചിട്ട്, അതായത് ഈ എഫ് ഓഫ് സി ആയിരിക്കും ഏറ്റവും താഴ്ന്ന വാല്യൂ, അതിനേക്കാളും മേലെ ആയിരിക്കും എഫ് ഓഫ് എക്സിന്റെ ബാക്കി എല്ലാ വാല്യൂ. എക്സിൽ ഏതൊരു പോയിന്റ്, ഡൊമൈനിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും, ഈ എഫ് ഓഫ് സിനേക്കാളും മേലെ ആയിരിക്കും. അത് ഉറപ്പായിരിക്കും. അതായിരിക്കും എന്തെന്ന് ലോക്കൽ മിനിമാറ്റിൻ്റെ. ഇതാണ് നമ്മൾ എന്താക്കുന്നത്. അതെ, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? അത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സംഭവം ഇതാണ്. നമ്മൾ എന്ത് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറഞ്ഞ സംഭവം. അതായത് ഒരു നമ്മളെന്താക്കുന്നത്, ഡൊമൈൻ ഒരു പോയിന്റ് എടുക്കുന്നത്, ആ പോയിന്റ് എടുക്കുന്ന ടൈമിൽ അതിലാണ് ലോക്കൽ മാക്സിമ ആറ്റുന്നതെങ്കിൽ വേറെ ഏതൊരു പോയിന്റ് എടുത്തിട്ട് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഈ ലോക്കൽ മാക്സിമേക്കാളും താഴെയായിരിക്കും. ഇനി അതേ ടൈം അതുപോലെ തന്നെ ഇത് ലോക്കൽ മിനിമ ആണെങ്കിൽ ഈ എഫ് ഓഫ് സി, അതായത് സി ആണ് ലോക്കൽ മിനിമം പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത്, എഫ് ഓഫ് സിനേക്കാളും വലുതായിരിക്കും ബാക്കി എല്ലാ എഫ് ഓഫ് എക്സ്. ഇതാണ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിലാണ് എന്തൊക്കെയാ അറ്റൈൻ ചെയ്യാന്ന് ഞാൻ ഓൾറെഡി മുന്നേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും ലോക്കൽ മിനിമയും ലോക്കൽ മാക്സിമവും അറ്റൈൻ ചെയ്യുക. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന് പകരം ക്രിട്ടിക്കൽ പോയിന്റ് എന്താക്കുക അവിടെ കൊടുക്കുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. നമ്മൾ നോക്കണേ, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ് ലെവലിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഡിക്രീസിങ് ആണ്. പക്ഷെങ്കിൽ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണ്, മാക്സിമം വാല്യൂ ആണ്. ഇതാ ഞാൻ പറഞ്ഞ കണക്ട് ചെയ്തെന്ന് പഠിക്കണം. അവിടെ ഇൻക്രീസിങ് ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, അവിടെ ഡിക്രീസിങ് ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും. ഇവിടെ എന്താണ്, എഫ് ഡബിൾ ഡാഷ് ആണ്. എഫ് ഡാഷ് മാത്രമല്ല, അത് ശ്രദ്ധിക്കണേ. അവിടെ എഫ് ഡാഷ് ആണ്, ഇവിടെ എഫ് ഡബിൾ ഡാഷ് ആണ്. ഇവിടെ എഫ് ഡബിൾ ഡാഷ് ആണ്, അവിടെ എഫ് ഡാഷ് ആണ്. അതായത് അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. മാക്സിമം ആൻഡ് മിനിമയിൽ സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് കളി, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിലാണ് കളി. അപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്, സി പി എന്ന് ഞാൻ വിളിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതിലായിരിക്കും എന്തുക, മിനിമം, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഈ പോയിന്റിലായിരിക്കും. മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. അതേപോലെ അതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് മാക്സിമം പോയിന്റ്, അതായത് ഏത് ഇതിൽ പോയിന്റിലാണോ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ആ പോയിന്റ് നമ്മുടെ എഫ് ഓഫ് എക്സ് കൊണ്ടുപോയി കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സിന് പകരം എന്താക്കുന്നത്, ആ ഒരു പോയിന്റ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, മാക്സിമം വാല്യൂ കിട്ടും, അതുപോലെ തന്നെ മിനിമം വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം തന്നെ നമ്മുടെ മാക്സിമം ആൻഡ് മിനിമം. ഇനി വേറൊരു സംഭവം കൂടി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതായത് ചില കേസിൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ കഴിയില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താക്കാൻ പറ്റും, 0 അല്ല, ഇപ്പം ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം നമുക്ക് കൂടുതലായിട്ടില്ല. നമ്മളെന്തൊക്കെ എക്സാമിന് അത് ചോദിക്കാറ് കുറവാണ്. അധികവും മാക്സിമം ആൻഡ് മിനിമ പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ്. അല്ലെങ്കിൽ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് ചോദിച്ചത് അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് മിനിമ എന്ന് എടുത്ത് ചോദിച്ചിട്ട് കുറേ കാലം മുന്നാണ് ചോദിച്ചത്. ഇപ്പം അടുത്തൊന്നുണ്ടെങ്കില അങ്ങനെ ചോദിച്ചില്ല. എന്നാലും നമുക്ക് എന്താക്കാം, ഒന്ന് അറിഞ്ഞു നോക്കാം. അതായത് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണ് കാണുന്നതെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്താക്കുക, ഈക്വൽ ടു 0 ആയത്. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആയത്. സി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും 2 ഇന്റർവെൽസ് തരും, എക്സ് വൈ എന്നുള്ളൊരു ഇൻഡെക്സ് ഉണ്ടാവും. അതൊക്കെ എന്ത് കൊണ്ടുപോയി കൊടുക്കുക, എഫ് ഓഫ് എക്സ് കൊണ്ടുപോയി കൊടുക്കുക. എക്സിന് പകരം ആ ക്രിട്ടിക്കൽ പോയിന്റ് പിന്നെ ആ ഇന്റർവെൽസിലെ വാല്യൂ എല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൽ ഏറ്റവും മാക്സിമം ഏതാണോ അത് മാക്സിമം വാല്യൂ,
ഏറ്റവും മിനിമം ഏതാണോ മിനിമം വാല്യൂ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയില്ല അത് എക്സാമിന് അത് ചോദിക്കാറില്ല. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം ബേജാറേണ്ട. ഇനി അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കിയാൽ മതി, എഫ് ഓഫ് എക്സ് കൊണ്ടുപോയിട്ട് ആ ക്രിട്ടിക്കൽ പോയിന്റും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഇൻ്റർവെൽ എന്തായാലും തന്നിട്ടുണ്ടാവും, ആ ഇൻ്റർവെല്ലിലെ വാല്യൂസും പോയി കൊടുക്കുക. അതിൽ ഏറ്റവും വലുതാണോ അത് മാക്സിമം, ഏറ്റവും ചെറുതാണോ അത് മിനിമം. അത്രയാണ് സിമ്പിളായി പറഞ്ഞത്. അപ്പോൾ ചോദിക്കാറുള്ളതുകൊണ്ട് നമ്മൾ എന്താക്കണം അധികം ഡീപ്പായിട്ട് പോകണ്ട. സോ നമുക്ക് എന്താക്കാം ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ. ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് നമുക്ക് എന്താ കാണണം, എച്ച് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എച്ച് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എച്ച് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ടി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് എക്സ് ആണ്. ടി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അതായത് അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സോ കൊടുക്കണം ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി എന്താ കിട്ടണം, നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടണം. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയ പോയിന്റ് കിട്ടണം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ കിട്ടി, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0 ആയ പോയിന്റ് കിട്ടണം. അതായത് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഈക്വൽ ആകുന്ന പോയിന്റ് ഏതാ, കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ആകുന്ന പോയിന്റ് ഏതാ, ദാറ്റ് ഈസ് എന്താണ് എക്സ് ഈക്വൽ ടു π/4 ആണ് മക്കളെ. ഒരിക്കലും മറന്നു പോരാ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ്ലി. മാക്സിമം ആൻഡ് മിനിമയിൽ നിങ്ങൾക്ക് അധികവും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. അതായത് നോക്കിക്കോളൂ, അപ്പം എക്സ് ഈക്വൽ ടു π/4 ആണ്. എക്സ് ഈക്വൽ ടു π/4 ആണ്. സോ അത് ശ്രദ്ധിക്കുക. അപ്പം കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ആകുന്ന ആംഗിൾ ഏതാണ്, π/4. സോ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് കിട്ടി π/4 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു π/4 കിട്ടി. ഇനി എന്ത് കാണണം, എച്ച് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം. എച്ച് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം. എച്ച് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോക്കണം. ഇപ്പോൾ കോസ് എക്സിൻ്റെ ഞാൻ പറഞ്ഞു മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ മൈനസ് കോസ് എക്സ്, മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. സോ ഇനി എന്ത് കൊടുത്തു, എച്ച് ഡബിൾ ഡാഷ് ഓഫ് π/4 കൊടുത്തു, വാല്യൂ കൊടുത്തു. ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെന്ത് കൊടുക്കണം, കൊണ്ടുപോയിട്ട് എച്ച് ഡബിൾ ഡാഷിൽ കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഒരൊറ്റ ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒന്ന് അറ്റൻഡ് ചെയ്യും. മാക്സിമം മിനിമം അറ്റൻഡ് ചെയ്യുന്ന 2 ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. സോ എന്തൊക്കെ ഒന്നെങ്കിൽ മാക്സിമം അല്ല മിനിമം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നോക്കി ഏത് അറ്റൻഡ് ചെയ്യാം. സോ മൈനസ് സൈൻ എക്സ്, സോ മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4. ഇനി സൈൻ π/4 വാല്യൂ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ മക്കളെ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾക്കത് പഠിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇതാ ഒരു ട്രയാങ്കിൾ വരക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് π/4 എന്ന് പറഞ്ഞാൽ പൈ അറിയാലോ, 150. 150ൻ്റെ പകുതി 90, 90ൻ്റെ പകുതി 45 ഒരു ഭാഗത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുപ്പത്തിലെടുക്കാം അല്ലേ, ആണില്ല. അപ്പം 45 ഡിഗ്രി ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് എന്തായിരിക്കണം, ഉറപ്പായിട്ട് 45 തന്നെ ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കണം, 90 ആയിരിക്കണം. അപ്പം ഇത് 1 √2. ഈ ഒരു സംഭവം ഓർമ്മയില്ലേ? അതായത് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെൻ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസെൻ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. രണ്ടും എന്താണ്, 1/√2 ആണ്. രണ്ടും 1/√2 ആണ്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെച്ചാൽ അഥവാ നമ്മുടെ ഇതിൽ നമുക്ക് എന്തൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ മറന്നു പോകുമ്പോൾ ഈ ഒരു സംഭവം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എന്തൊക്കെ മതി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് π/6ൻ്റെ കേസിലും π/2ൻ്റെ കേസിലാണ്, ഏതിൻ്റെ കേസിലും എന്തൊക്കെ മതി, ഈ ഒരു ട്രയാങ്കിൾ അങ്ങ് വരച്ചിരുന്ന് കണ്ടുപിടിച്ചോ. അതൊന്നും വലിയ നാണക്കെടായിട്ടൊന്നും കാണണ്ട. അതൊക്കെ നമ്മൾ മാത്സുകാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കലാണ്. സോ നമുക്ക് മൈനസ് എന്താണ് 1/√2 മൈനസ് 1/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, -1 ദാറ്റ് ഈസ് -2/√2 വരും. -2/2. അപ്പം എന്താ കിട്ടി, എനിക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇത് ഓൾവേസ് എന്താണ് <0 ആണ്. സോ ഇവിടെ ലോക്കൽ മാക്സിമം മാത്രമേ ഉണ്ടാകൂ. ശ്രദ്ധിക്കണേ.
ശ്രദ്ധിക്കണം, എനിക്ക് കിട്ടിയ എന്താണ് ആൻസർ? -2/√2. ദാറ്റ് ഈസ് എന്താണ്? ഓൾവേസ് <0 ആണ്. <0 ആണെങ്കിൽ ലോക്കൽ മാക്സിമ, മിനിമ ആകരുതേ, ലോക്കൽ മാക്സിമ. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ എന്താണ്? ലോക്കൽ മാക്സിമ ആണ്. സോ ലോക്കൽ മാക്സിമ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എനിക്ക് എന്ത് കിട്ടി? x=π/4 കിട്ടി. ഇപ്പോൾ അറ്റൈൻ ചെയ്യുന്നതാണ് ലോക്കൽ മാക്സിമം ആണ്. ഇനി എനിക്ക് ഈ ലോക്കൽ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന വാല്യൂ ആണല്ലോ, ആ വാല്യൂ ആണെങ്കിൽ ഈ π/4 അല്ലേ, ഈ π/4 കൊണ്ടുപോയിട്ട് ഈ h(x) ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ദാറ്റ് ഈസ് h(π/4) ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? sin π/4 പ്ലസ് cos π/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/√2 പ്ലസ് 1/√2 വിച്ച് ഈസ് ഈക്വൽ ടു അതല്ല 1/√2 പ്ലസ് 1/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√2 ഈക്വൽ ടു √2 ഇൻറ്റു √2/√2 ഇസ് ഈക്വൽ ടു √2 മാത്രമേ √2. സോ നമ്മൾ മാക്സിമം പോയിന്റ് അറ്റൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് √2 ആണ്. പോയ വൈ കണ്ടിട്ടില്ല നിങ്ങൾ? അതായത് ഫസ്റ്റ് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? h(x) എനിക്ക് എന്താണ്? sin x പ്ലസ് cos x ആണ്. സോ h' എന്താക്കണം? ഫസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണം. h' കണ്ടുപിടിച്ചതിന് ശേഷം h" കണ്ടുപിടിക്കണം. h' കണ്ടുപിടിച്ച് h" കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ വെക്കുക. h' വെച്ചിട്ട് എന്താക്കണം? ക്രിട്ടിക്കൽ പോയിന്റ് ഇതാ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച, ഇവിടെ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം h'(x)ന് പകരം എന്താക്കുക? ആ ക്രിട്ടിക്കൽ പോയിന്റ് കൊടുക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്തതിന് ശേഷം അതിൽ കിട്ടുന്ന വാല്യൂ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ നോക്കണമെങ്കിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. <0 ആണോ <0 ആണോ നോക്കണം. പക്ഷെ കിട്ടിയ പോയിന്റ് എടുക്കുന്ന <0 ആണ്. സോ എന്താണ്? ലോക്കൽ മാക്സിമം ആണ്. സോ പിന്നെ എന്താക്കുക? ലോക്കൽ മാക്സിമയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. പിന്നെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വേർഡ് പ്രോബ്ലം ആണ്. ഇപ്പോൾ വേർഡ് പ്രോബ്ലം നമുക്ക് ഈ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നമുക്കൊരു കുറച്ചൊരു കുഴപ്പിക്കുന്ന സംഭവമാണ് മാക്സിമം ആൻഡ് മിനിമം. കാരണം മിനിമം എന്ന് വെച്ചാൽ അത് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇതിലാണെങ്കിൽ ഇതിൽ മിനിമ മാക്സിമ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ച മക്കളെ അത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ മാക്സിമം ആൻഡ് മിനിമേൻ്റെ സംഭവം ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ ഉറപ്പിച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് 2 പോസിറ്റീവ് നമ്പർ ഫൈൻഡ് 2 പോസിറ്റീവ് നമ്പർ. 2 പോസിറ്റീവ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് ഹു സം ഈസ് 15 ആണ്. സോ ഫസ്റ്റ് നമ്പർ ഞാനിതാ FN എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 15 - x ആയിരിക്കും. ബിക്കോസ് എന്താണ്? സം എന്താണ്? ആ 2 നമ്പറിൻ്റെ സമ്മ് 15 ആണ്. സോ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 15 - x ആയിരിക്കും ഉറപ്പായിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞ സംഭവമാണ് ഇതിലെ ഹിന്റ്. ദാറ്റ് ഈസ് സം ഓഫ് ഹൂസ് സ്ക്വയർ ഈസ് മിനിമം. അതായത് ആ 2 നമ്പറിൻ്റെയും സ്ക്വയറിൻ്റെ സം എന്താണ്? മിനിമം ആണ്. ഇതാണ് നമുക്ക് അതിലുള്ള ഹിന്റ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ആ നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പം നമ്മളോട് പറഞ്ഞതാണ് സം ഓഫ് ഹൂസ് സ്ക്വയർ ഈസ് മിനിമം. അപ്പം അതാണ് നമ്മുടെ ഹിന്റ്. സം ഓഫ് ഹൂസ് സ്ക്വയർ എന്നാണ് മിനിമം ആണ്. അപ്പം നമ്മൾ f(x) ആക്കിയിട്ട് നമുക്ക് എന്തെടുക്കാം? സം ഓഫ് സ്ക്വയർ അതായത് ആ 2 നമ്പറിൻ്റെയും സ്ക്വയറിൻ്റെ സം ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് അല്ലേ? ദാറ്റ് ഈസ് x² പ്ലസ് 15 - x ഇതാ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് x² പ്ലസ് 225 ദാറ്റ് ഈസ് 15² ദാറ്റ് ഈസ് 225 മൈനസ് 30x പ്ലസ് x². ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇനി എന്ത് കാണണം? ഞാൻ പറഞ്ഞു മിനിമം ആണെന്ന് നമുക്ക് നോക്കണം. മറക്ക് സം ഈസ് മിനിമം എന്നാ. സോ ഫസ്റ്റ് എന്താണ് നമുക്ക് f'' എത്തില്ല. അതിന് നമ്മൾ എന്ത് കാണണം? ഫസ്റ്റ് f'(x) കാണണേ. ദാറ്റ് ഈസ് f(x) ഒന്നുകൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ നമുക്കൊന്നുകൂടി ഫസ്റ്റ് എന്താക്കാം? ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്തേക്കാം. ദാറ്റ് ഈസ് x² വീഡിയോ x². ദാറ്റ് ഈസ് 2x² മൈനസ് 30x പ്ലസ് 225. ഇനി f'(x) കാണാമല്ലോ. f'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x². x² ഒരു x പറഞ്ഞാൽ ദാറ്റ് ഈസ് 4x മൈനസ് 30 f'(x) ഉണ്ട്. പിന്നെ നമുക്ക് f'(x) കാണണമല്ലോ. അതിന് മുമ്പ് f'(x) ഈക്വൽ ടു 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാം. f'(x) ഈക്വൽ ടു 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുകയാണ് ഞാനിത്. ദാറ്റ് ഈസ് 4x മൈനസ് 30 ഈക്വൽ ടു 0.
4x ഈക്വൽ ടു 30, x ഈക്വൽ ടു 30/4. സോ ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ എന്നിട്ട് 30/4 അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്നും കൂടി ചുരുക്കി ചെയ്താൽ 15/2 എന്ന് കിട്ടും. സോ എക്സ് ഈക്വൽ ടു 15/2 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇനി അത് കറക്റ്റ് ആണ്, അത് നമുക്ക് എടുക്കാൻ കഴിയുമോ തിരിയണമെങ്കിൽ എന്തായിരിക്കണം, നമുക്ക് തന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഹൂ സ്ക്വയർ ഈസ് മിനിമം, സം ഓഫ് ഹൂ സ്ക്വയർ ഈസ് മിനിമം ആണെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഞാൻ കാണുകയാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്, 4x - 30 ആണ്. സോ 30യുടെ എന്താണ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ 4xന്റെ ഡെറിവേറ്റീവ് 4 ആണ്. ദാറ്റ് ഈസ് എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമ്മുടെ എന്താണ്, നമ്മുടെ സം ഓഫ് ഹൂ സ്ക്വയർ എന്താണ്, മിനിമം ആണ്. കാരണം അവിടെ എക്സിന് വാല്യൂ കൊടുക്കാനില്ല. സോ എന്താണ് നമുക്ക് കിട്ടിയ എക്സ് ഇസ് ഈക്വൽ ടു 15/2 എന്നുള്ള എന്താണ് നമുക്ക് എടുക്കാൻ പറ്റി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വാല്യൂ. ബിക്കോസ് എന്താണ് നമ്മുടെ സം ഓഫ് സ്ക്വയർ എന്താണ് മിനിമം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ഫസ്റ്റ് നമ്പർ എക്സ് ഇസ് ഈക്വൽ ടു 15/2 കിട്ടി, ഫസ്റ്റ് നമ്പർ. ഇനി അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്താണ്, 15 - x ആണ്. ദാറ്റ് ഈസ് 15 - 15/2 വിച്ച് ഇസ് ഈക്വൽ ടു 15/2 തന്നെ വരും. സോ രണ്ട് നമ്പറും നമുക്ക് 15/2 തന്നെ കിട്ടും. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് പറഞ്ഞെന്താണ്, സം ഓഫ് ഹൂ സ്ക്വയർ ഈസ് മിനിമം. സോ അതെന്താക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ മിനിമം എന്ന് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് എന്താക്കിയത്, എക്സ് ഈക്വൽ ടു 15/2 എന്നുള്ള ഉത്തരം സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഓക്കെ, ഇനി അടുത്ത അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാറില്ല, അഥവാ ചോദിച്ചിട്ട് നല്ല മാർക്ക് ചോദിക്കാം. സോ എന്തൊക്കെ കളയരുത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കളെ, ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്, അത് ഒരു റോപ്പ് ഉപയോഗിച്ചതാ, ഒരു 20 മീറ്ററുള്ള റോപ്പ് ഉണ്ട്. 20 മീറ്ററുള്ള റോപ്പ് ഉപയോഗിച്ചിട്ട് വൺ ഓഫ് എൻഡ് ഇതാ, അതിൻ്റെ ഒരു 20 മീറ്ററുള്ള റോപ്പിൻ്റെ ഒരു എൻഡ് ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയതാ, ഇങ്ങനെ ഒരു റോപ്പ് ഉണ്ട്. ആ റോപ്പ് 20 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മോട് പറയുന്നതാണ് വൺ സൈഡ് ഈസ് വാള് ഷോയിങ് ദ ഫെദർ, വൺ സൈഡ് വാൾ നമ്മൾ പറഞ്ഞില്ലേ. ഫൈൻഡ് ദ മാക്സിമം ഏരിയ ഓഫ് എ സച്ച് എ ട്രയാങ്കിൾ. അതിൽ അങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ഏരിയ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വേണം ഇത് കയറ് എത്ര സെന്റിമീറ്റർ മാറ്റി വെക്കാം, വേണം 2 സെന്റിമീറ്റർ ഇപ്പുറം വെച്ചിട്ട് 2 2 4 16 സെന്റിമീറ്റർ വേണം ഇങ്ങനെ വെക്കാം, 16 സെന്റിമീറ്റർ ഇങ്ങനെ വെക്കാം. എങ്ങനെയും വെക്കാം. ഇവിടെ വേണം 16 സെന്റിമീറ്റർ കൊടുത്തിട്ട് ഇവിടെ 2 ഇവിടെ 2 കൊടുക്കാം, കാരണം ഇവിടെ 2 സെയിം ആയിരിക്കും. അങ്ങനെ ഏതും കൊടുക്കാം. അങ്ങനെ ഏത് കൊടുത്താലാണ് അതിൻ്റെ മാക്സിമം ഏരിയ ആകുക എന്നാണ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കുള്ള ഹിന്റ് എന്നാണ് ഇവിടെ മാക്സിമം ഏരിയ ആയിരിക്കണം റെക്ടാങ്കിൾ. സോ അങ്ങനെയാണ് കണ്ടത്. സോ മാക്സിമം ഏരിയ ആണ് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് എഫ് നമ്മൾ കണ്ടുപിടിക്കുന്ന സംഭവം ലെസ് ദാൻ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കണം ലെസ് ദാൻ 0 ആയിരിക്കണം. സോ ഞാൻ എന്താക്കാണ്, എനിക്കിവിടെ റോപ്പ് തന്നിട്ടുണ്ട്. ആ റോപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്, എൻഡിങ് ഇവിടെയാണ്. സ്റ്റാർട്ടിങ് ഇവിടെ, എൻഡിങ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ്, ഈ ഒരു സൈഡിന് എക്സും ഈ ഒരു സൈഡിന് എക്സ് ആയിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി, കാരണം റെക്ടാങ്കിൾ ആണല്ലോ. ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കുമല്ലോ, ഐ മീൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, 20 - 2x വരും. ബിക്കോസ് ആ റോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 20 മീറ്റർ ആണ്. സോ 20 - 2x വരുമല്ലോ. അപ്പം എനിക്ക് കിട്ടി. അപ്പം ഞാൻ എന്താക്കി, ലെങ്ത്തിന എക്സ് എന്നും വിഡ്ത്തിന ഞാൻ എന്താക്കി വൈ എന്നും വിളിച്ചു. വൈ ഈസ് ഈക്വൽ ടു എന്താണ്, 20 - 2x ആണ്. സോറി, നേരെ തിരിച്ചെടുക്കാം അല്ലേ. അതായത് ഇവിടെ വിഡ്ത്തും ഇവിടെ ലെങ്ത്തും കൊടുക്കാം. നമ്മൾ പിക്ചർ എന്താക്കണ്ട, പിക്ചറിനെ കോമാളിയാക്കണ്ട, പിക്ചറിനെ ഡബിൾ തന്നെ എടുക്കാം. സോ വിഡ്ത്ത് ലെങ്ത് എടുത്തു. ഇനി എന്താ പറയുന്നത്, ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമുക്കറിയാലോ, എ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ആണ്. ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ആണ്. ബ്ലാക്ക് ആൻഡ് യൂസ് ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ആണ്. സോ ഏരിയ എക്സ് ഡോട്ട് വൈ ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതാണ് എക്സ് ഡോട്ട് വൈക്ക് പകരം എന്ത് കൊടുക്കാം, 20 - 2x കൊടുക്കാം. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 20x - 2x സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പം ഏരിയ എന്താ കിട്ടിയ നമുക്ക് ക്വസ്റ്റ്യൻ, 20x - 2x സ്ക്വയർ. ഇനി നമ്മളോട് പറഞ്ഞെന്താണ്, മാക്സിമം ഏരിയ ആണ്. അപ്പം മാക്സിമം ഏരിയ അറ്റൈൻ ചെയ്യുന്ന എക്സ് ഏതാന്ന് നോക്കിയാൽ പോരാ. ഐ മീൻ എക്സ് ഏതാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ.
അതിന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ഡെറിവേറ്റീവും ക്രിട്ടിക്കൽ പോയിന്റ് എല്ലാം കണ്ടുപിടിക്കണ്ടേ? പോവാം. ഫസ്റ്റ് എന്താ എ ഡാഷ് കാണാൻ പോവാം. എ ഡാഷ് ഓഫ് എക്സ്. എ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് എന്താണ്? 20x-ന്റെ 20 മൈനസ് 2x² ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 4x. എ ഡാഷ് ഓഫ് എക്സ് 4x² കിട്ടി. സോ എനിക്ക് എന്താണ്? എ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയ പോയിന്റ് കിട്ടണം. ദാറ്റ് ഈസ് 20 മൈനസ് 4x ഈക്വൽ ടു 0 കിട്ടണം. ദാറ്റ് ഈസ് 20 വിച്ച് ഇസ് ഈക്വൽ ടു 4x. എക്സ് ഇസ് ഈക്വൽ ടു 20/4 ഈക്വൽ ടു 5. 20/4 വിച്ച് ഇസ് ഈക്വൽ ടു 5. സോ നമ്മുടെ എക്സ് എന്ത് കിട്ടി? നമുക്ക് എക്സ് എന്ത് കിട്ടി? 5 കിട്ടി. എക്സ് എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോൾ നോക്കണേ മക്കളെ, എ ഡാഷ് ഓഫ് എക്സ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ് 5. ഇനി ആ എക്സ് 5 സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണമെങ്കിൽ എന്തായിരിക്കണം? നമുക്ക് കിട്ടുന്ന ഏരിയ മാക്സിമം ആണെന്ന് നമ്മൾക്ക് മാക്സിമം ഏരിയ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഏരിയ ആണെങ്കിൽ എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാം. എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാം. എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്? 20-ന്റെ എന്താണ്? 0 ആണ്. കാരണം ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 ആണ്. പിന്നെ -4x ഉണ്ട്. 4x-ന്റെ ഡെറിവേറ്റീവ് -4x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -4 ആണ്. -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ <0 ആണ്. സോ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. കിട്ടുന്ന വാല്യൂ മാക്സിമം ആയിരിക്കും. സോ നമുക്കുള്ള ഏരിയ എന്താണ്? ഏരിയ മാക്സിമം ആണെന്നിട്ട് സോ നമുക്ക് എന്താക്കാം? മാക്സിമം ഏരിയ കിട്ടാൻ എക്സിൻ്റെ വാല്യൂ 5 എന്ന് ചൂസ് ചെയ്യാം. സോ നമ്മുടെ എക്സ് നമുക്ക് എന്താക്കിയിട്ട് ചൂസ് ചെയ്യാം? 5 എന്ന് ചൂസ് ചെയ്യാം. ബിക്കോസ് എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് -4 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് -4 ആണ്. ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നത്. മാക്സിമം വാല്യൂ തന്നെയാണ് നമുക്ക് എന്താക്കേണ്ടത്? മാക്സിമം ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മാക്സിമം വാല്യൂ ആണ് നമുക്ക് അറ്റൻഡ് ചെയ്തത്. -4 <0 ആണ്. സോ എക്സ് ഈക്വൽ ടു 5 സാറ്റിസ്ഫൈ. സോ എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 20 മൈനസ് 2 ഇൻറ്റു 5 ആയിരിക്കും. ദാറ്റ് ഈസ് 20 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. 10 എന്ന് കിട്ടി. സോ എൻ്റെ മാക്സിമം ഏരിയ അറ്റൻഡ് ചെയ്യുന്ന എ എന്തായിരിക്കും? എക്സ് ഡോട്ട് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കണേ മക്കളെ, ആദ്യം എനിക്കത് മാക്സിമം ഏരിയ അറ്റൈൻ ചെയ്യുന്നത് അതിൽ തന്നെയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കണ്ടുപിടിച്ചത്? ഡബിൾ ഡാഷ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. എനിക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചവരും -4 കിട്ടി. -4 കിട്ടിയത് കൊണ്ട് -4 <0 ആണ്. അതുകൊണ്ട് തന്നെ ആ വാല്യൂ അറ്റൻഡ് ചെയ്യാം, മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ അവിടെ മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്യും. സോ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റിൽ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 5 എന്തായിരിക്കും? മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. എഫ് ഓഫ് എക്സിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 5 അതിനാണ് നമ്മൾ എന്താക്കിയത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് തന്നെയാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു. അപ്പം വാട്ട് പ്രോബ്ലം വിട്ടു പോകരുത്. അപ്പം നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്താക്കി ഇന്ന് ഡിസ്കസ് ചെയ്തു. 2 പാർട്ടിലെ വീഡിയോസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് പാർട്ടിലെ ക്രിട്ടിക്കൽ പോയിന്റും കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് പാർട്ടിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഒക്കെ. അപ്പം ഈ ചാപ്റ്റർ എല്ലാവരും എന്താക്കുക? ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. മാക്സിമം മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. 6 മാർക്ക് നമുക്ക് ഇതിൽ ചോദിക്കുകയാണെങ്കിൽ 6 മാർക്ക് നമ്മൾ എന്താക്കണം? ഇതിൽ നിന്ന് സ്കോർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇനിയും ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.